ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദസ്തക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബീർബഹൂട്ടി എന്ന കഥയുടെ ആശയം മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായി ഈ പാഠത്തിലെ നയ ശബ്ദ് അഥവാ ന്യൂ വേർഡ്സ്. രണ്ടാമതായി ഈ പാഠത്തിന്റെ സാരാംശ് അഥവാ സമ്മറി. മൂന്നാമതായി ഈ പാഠത്തിലെ പാഠഭാഗ പ്രവർത്തനങ്ങൾ അഥവാ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് ബീർബഹൂട്ടി എന്ന ഈ പാഠത്തിലെ നയ ശബ്ദ് അഥവാ ന്യൂ വേർഡ്സ് ഒന്ന് പരിചയപ്പെടാം. മൂങ്ഫലി കടല, പീനട്ട്. ഖൂൻ ചോര, ബ്ലഡ്. ജമീൻ നിലം, ലാൻഡ്. കസ്ബ പ്രദേശം, ലൊക്കാലിറ്റി. ഖാമോഷ് നിശബ്ദം, സൈലന്റ്. കാംപന വിറയ്ക്കുക, ഷിവറിംഗ്. ചിടക്കന കുടയുക, സ്പ്രിങ്കിൾ. ഗീലെ നനഞ്ഞ, വെറ്റ്. ഖോജ്ന തിരയുക, സെർച്ച്. ചമക്കന തിളങ്ങുക, ഷൈനിങ്. മുലായം മൃദുലം, സോഫ്റ്റ്. ഫേങ്ക്ന എറിയുക, ത്രോ. ചുട്ടി അവധി, ലീവ്. നിഷാൻ അടയാളം, മാർക്ക് ഓർ സൈൻ. ദാഖിൽ പേര് ചേർക്കുക, അഡ്മിഷൻ. എന്നിവയാണ് ഈ പാഠത്തിലെ നയ ശബ്ദ് അഥവാ പുതിയ വാക്കുകൾ. നമുക്ക് ബീർബഹൂട്ടി എന്ന പാഠത്തിന്റെ സാരാംശ് अथवा समरी ഒന്ന് നോക്കാം. समकालीन हिंदी साहित्यकारों में प्रमुख श्री प्रभात द्वारा लिखा गया एक सुंदर कहानी है ബീർബഹൂട്ടി. ആധുനിക ഹിന്ദി സാഹിത്യകാരന്മാരിൽ പ്രമുഖനായ ശ്രീ പ്രഭാത് എഴുതിയ മനോഹരമായ ഒരു കഥയാണ് ബീർബഹൂട്ടി. इस कहानी में लेखक ने बेला और साहिल के ഗഹരി ദോസ്തി കാ ചിത്रण किया है. ഈ കഥയിൽ ലേഖകൻ ബേലയുടെയും സാഹിലിന്റെയും ആഴമേറിയ സൗഹൃദത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ബേല और സാഹിൽ बहुत अच्छे दोस्त थे. ബേലയും സാഹിലും വളരെ അടുത്ത കൂട്ടുകാരായിരുന്നു. वे लोग एक ही कक्षा में पढ़ते थे. അവർ ഒരേ ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. और हमेशा एक साथ रहते थे. അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു നടന്നിരുന്നത്. लेकिन 5वीं की रिजल्ट आने पर दोनों अलग अलग स्कूल में दाखिल होने जा रहे हैं. പക്ഷേ 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നതിന് ശേഷം അവർ രണ്ടുപേരും വേറെ വേറെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. दोनों इस बात से बहुत दुखी हो जाते हैं. അവർ രണ്ടുപേരും ഇക്കാരണത്താൽ വളരെയധികം ദുഃഖിതരാണ്. इस कहानी में लेखक ने बच्चों के भोलेपन और उनके गहरी दोस्ती का चित्रण प्रस्तुत किया है. ഈ കഥയിൽ ലേഖകൻ കുട്ടികളുടെ നിഷ്കളങ്കതയും അവരുടെ ആഴത്തിലുള്ള സൗഹൃദത്തെയും കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ സൈഡ് ബോക്സ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹി ഢുലാന ചാഹിയെ, ദുകാൻദാർ നെ ऐसा ക്യൂം കഹാ. എന്ന് വച്ചാൽ മഴക്കോളു കണ്ട് കുടം മറിക്കരുത് എന്ന് കച്ചവടക്കാരൻ പറയുവാനുള്ള കാരണമെന്ത്? ഇവിടെ ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹി ഢുലാന ചാഹിയെ എന്നത് ഒരു ശൈലിയാണ്. എന്തുകൊണ്ടാണ് കച്ചവടക്കാരൻ ഇപ്രകാരം പറഞ്ഞത് എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടക്കാം. സാഹിൽ പെൻമേം സ്യാഹി ഭർവാനെ ജാ രഹാ താ. സാഹിൽ പേനയിൽ മഷി നിറയ്ക്കാൻ പോവുകയായിരുന്നു. പെൻമേം കുച്ച് സ്യാഹി ബച്ചി ഥി, ലേക്കിൻ സാഹിൽ നെ ഉസെ ജമീൻ പർ छिड़क दिया. പേനയിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ സാഹിൽ ആ ഉണ്ടായിരുന്ന മഷി കൂടി നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. छिड़क दिया എന്ന് പറഞ്ഞാൽ കുടഞ്ഞു കളയുക എന്നാണ് അർത്ഥം. और जब वह दुकान पर पहुंचा तो वहां स्याही खत्म हो गया था. പിന്നീട് അവൻ കടയിലെത്തിയപ്പോഴേക്കും അവിടത്തെ മഷി തീർന്നു പോയിട്ടുണ്ടായിരുന്നു. तब दुकानदार ने ऐसा कहा. അപ്പോഴാണ് കച്ചവടക്കാരൻ ഇപ്രകാരം പറഞ്ഞത്. उनका ऐसा कहने का मतलब ये है कि അദ്ദേഹം ഇപ്രകാരം പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. किसी भी बात पर अंदाजा लगाकर काम करना नहीं चाहिए. ഏതൊരു കാര്യമായാലും ഊഹാപോഹങ്ങൾ വച്ച് അത് ചെയ്യാൻ പാടില്ല. पहले आपको यह जांचना होगा कि आपका अंदाजा सही है या नहीं. ആദ്യം ആ ഊഹം ശരിയാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യം ചെയ്യാവൂ. ഹഡ്ബഡി മേം ആക്കർ കുച്ച് ഭി നഹി കർണ ചാഹിയെ. വെപ്രാളത്തിൽ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് ആ കാര്യം ചെയ്യാൻ പാടില്ല. നല്ലവണ്ണം ആലോചിച്ച് ചിന്തിച്ച്
ആ കാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ഇവിടെ ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹി ഠുലാനാ ചാഹിയേ എന്ന് കച്ചവടക്കാരൻ പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി ക്യൂം? അവന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ബേലയ്ക്ക് സാഹിലിനെ ഫേസ് ചെയ്യാൻ കഴിയാതിരുന്നത് എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. ഉസ് ദിൻ സുരേന്ദർ ജി മാട്ട് സാബ് ने बेला के बालों में पंजा फंसाया था, वह भी बिना कोई गलती के. ആ ദിവസമാണ് സുരേന്ദർ സാർ ബേലയുടെ മുടി പിടിച്ചു വലിച്ചത്, അതും അവൾ ചെയ്യാത്ത കുറ്റത്തിന്. ഉസേ ബഹുത് ബുരാ ലഗ, അവൾക്ക് ഒരുപാട് വിഷമമായി. ഉസേ സബ്സെ ജ്യാദാ ബുരാ ഇസ് ബാത് പർ ലഗാ കി മാട്ട് സാബ് ने ഉസേ സാഹിൽ കെ സാമനെ സസാ ദി. അവക്ക് കൂടുതൽ വിഷമമായത് സാർ അവളെ സാഹിലിന്റെ മുന്നിൽ വെച്ച് ശിക്ഷിച്ചതുകൊണ്ടാണ്. വഹ് ഖുദ് കോ ബഹുത് ശർമിന്ദ മെഹ്സൂസ് കർ രഹി ഥി, അവൾക്ക് തന്നോട് തന്നെ ഒരുപാട് ലജ്ജ തോന്നി. ക്യൂങ്കി സാഹിൽ ഉസ്കി ഇക്ലൗത്ത ഓർ ഖാസ് ദോസ്ത് താ, കാരണം സാഹിൽ അവളുടെ ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഓർ വഹ് ഉസ്കെ സാമനെ ലജ്ജിത് ഹോനാ നഹി ചാഹത്തി ഥി, അവൾ ഒരിക്കലും അവന്റെ മുന്നിൽ ലജ്ജിതയാവാൻ ആഗ്രഹിച്ചിരുന്നില്ല. വഹ് ഹമേശ ഉസ്കെ ആँखों में अपने लिए प्यार और इज्जत देखना चाहती थी, അവൾ എപ്പോഴും അവന്റെ കണ്ണുകളിൽ തന്നോടുള്ള ഇഷ്ടവും ആദരവും കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഇസ്ലിയെ ബേല സാഹിൽ സെ നസർ നഹി മിലാ പായി, അതുകൊണ്ടാണ് ബേല സാഹിലിനെ നോക്കാൻ ധൈര്യപ്പെടാതിരുന്നത്. മൂന്നാമത്തെ ചോദ്യം. ഇൻ ബच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो, इसका मतलब क्या है? ഈ കുട്ടികളെ തനിക്ക് ചുറ്റും കളിക്കുന്നത് കണ്ട് ഗാന്ധിജിയുടെ പ്രതിമ മുമ്പത്തേക്കാൾ കൂടുതൽ പുഞ്ചിരിക്കുന്നതായി കാണപ്പെട്ടു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം. ബച്ചേ ബഹുത് ബോലെ ഹോത്തെ ഹൈ, കുട്ടികൾ വളരെയധികം നിഷ്കളങ്കരാണ്. ഉൻകെ മൻമേം കിസി ബി തരഹ കാ ഛൽ കപട് നഹി ഹോത്ത, അവരുടെ മനസ്സിൽ അവരുടെ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള കാപട്യവും ഉണ്ടാകില്ല. ഉൻകാ മൻ ഏക്ദം സാഫ് ഹോത്തെ ഹൈ, അവരുടെ മനസ്സ് വളരെ പരിശുദ്ധമാണ്. വേ ഹമേശ ഖുഷ് രഹന പസന്ദ് കർത്തെ ഹൈ, അവർ എപ്പോഴും സന്തോഷമായി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. और उनके खुशी भरे व्यवहार से दूसरों को भी खुश कर देते हैं. കൂടാതെ അവരുടെ സന്തോഷത്തോടെയുള്ള പ്രവൃത്തികൾ മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുന്നു. इसलिए बच्चों को वहां खेलते देखकर गांधी जी की मूर्ति कुछ अधिक मुस्कुराता हुआ दिखाई पड़ा. അതുകൊണ്ടാണ് കുട്ടികളെ അവിടെ കളിക്കുന്നത് കണ്ട് ഗാന്ധിജിയുടെ പ്രതിമ കുറച്ചധികം പുഞ്ചിരിക്കുന്നതായി കാണപ്പെട്ടത്. നാലാമത്തെ ചോദ്യം. यह बारिश से पहले की बारिश का एक दिन था, कहानी के प्रसंग में यह कैसे सार्थक होते हैं? ഇത് മഴക്കാലത്തിന് മുമ്പുള്ള ഒരു മഴ ദിവസമായിരുന്നു എന്നത് കഥാസന്ദർഭത്തിൽ എത്രമാത്രം അർത്ഥവത്താകുന്നു എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. इस प्रसंग में बारिश उन दोनों के आंसुओं का प्रतीक है. ഈ സന്ദർഭത്തിൽ മഴ അവരുടെ രണ്ടുപേരുടെയും കണ്ണുനീരിന്റെ പ്രതീകമാണ്. യഹാം ബേല और സാഹിൽ കാ ദുഃഖ്, ഇവിടെ ബേലയുടെയും സാഹിലിന്റെയും ദുഃഖം ബാദൽ കെ സമാൻ, മേഘത്തെ പോലെ ഛായാ ഹുവാ ഹെ, മൂടിക്കിടക്കുകയാണ്. ഓർ വഹ് ആസു ബൻകർ ബരസ് രഹി ഹെ, പിന്നീടത് കണ്ണുനീരായി പൊഴിയുകയാണ്. ഇവിടെ കഥാകാരൻ ബേലയുടെയും സാഹിലിന്റെയും ദുഃഖത്തെ മേഘവുമായും അവരുടെ കണ്ണുനീരിനെ മഴയുമായും ഉപമിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വഹ് ദോനോ ജോ ഹമേശ സാത്ത് തേ അബ് ഏക് ദൂസരെ സെ ബഹുത് ദൂർ ജാ രഹി ഹെ, എപ്പോഴും ഒരുമിച്ചായിരുന്ന അവർ രണ്ടുപേരും ഇപ്പോൾ പരസ്പരം അകലുകയാണ്. ദോനോം ഇസ് ദുഃഖ് കോ സഹ നഹി പാത്തെ ഹെ, അവർക്ക് രണ്ടുപേർക്കും ഈ ദുഃഖം സഹിക്കാനാവുന്നില്ല. ഔർ ഉൻകെ ആँखों में ആസു ഭരാത്തെ ഹെ, ആയതിനാൽ അവർ കരയുകയാണ്. യഹാം കഹാനികാർ ने उनके आंसुओं को बारिश से तुलना किया है, ഇവിടെ കഥാകാരൻ അവരുടെ കണ്ണുനീരിനെ മഴയോട് ഉപമിക്കുകയാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യം മിലാൻ കരെ എന്ന് വെച്ചാൽ ചേരുംപടി ചേർക്കുക അഥവാ മാച്ച് ദ ഫോളോയിങ്. ഇവിടെ 2 കോളംസ് തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ കോളത്തിനോട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് രണ്ടാമത്തെ കോളത്തിൽ ഏതാണോ ഉള്ളത് അവയെ തമ്മിൽ യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് സാഹിൽ കി ആँखें, സാഹിലിന്റെ കണ്ണുകളെ എന്തുമായിട്ടാണ് ഈ കഥയിൽ താരതമ്യം ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ബീർബഹൂട്ടി കി തര ലാൽ,
ഇന്ദ്രഗോപങ്ങളെപ്പോലെ ചുവന്നതായിട്ട്. രണ്ടാമത്തത് ചൽത്തി ബീർബഹൂട്ടിയാം, ചലിക്കുന്ന ഇന്ദ്രഗോപങ്ങളെ. ഇവിടെ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേ, ചലിക്കുന്ന ചെറിയ ചോരത്തുള്ളികളുമായിട്ടാണ് താരതമ്യം ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തത് സാഹിൽ കി ആസു, സാഹിലിന്റെ കണ്ണുനീരിനെ ഇവിടെ ബാരിഷ് കി ബൂന്തേ, മഴത്തുള്ളികളുമായിട്ടാണ് താരതമ്യം ചെയ്തത്. നാലാമത്തത് സാഹിൽ കി ചോട്ട്, സാഹിലിന്റെ മുറിവിനെ ഇവിടെ ബീർബഹൂട്ടി കാ രംഗ്, ഇന്ദ്രഗോപത്തിന്റെ നിറവുമായിട്ടാണ് താരതമ്യം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മാച്ച് ദ ഫോളോവിംഗ് ചെയ്തതിന് ശേഷം ഇത് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. പ്രത്യേക കി തുലന കിസ്കെ സാത്ത് കി ഗയി ഹെ ലിഖേം. ഓരോന്നിനെയും ഏതുമായാണ് താരതമ്യപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് ഈ ചോദ്യത്തിൻ്റെയും ഉത്തരം. മൂന്നാമത്തെ ചോദ്യം കഹാനിക്ക് ഘടനാവോക്കോ സൂചിബദ്ധ കരേ, കഥയിലെ പ്രധാന സംഭവങ്ങളെ ലിസ്റ്റ് ചെയ്യുക. ഉത്തരം നോക്കാം. एक गीली जमीन पर बेला और साहिल का ബീർബഹൂട്ടിയോं को खोजना, നനഞ്ഞ മണ്ണിൽ ബീർബഹൂട്ടിയോं को അഥവാ ഇന്ദ്രഗോപങ്ങളെ തിരയുന്ന ബേലയും സാഹിലും. 2 പെൻമേം സ്യാഹി ഭർണ, പേനയിൽ മഷി നിറയ്ക്കുന്നു. 3 സുരേന്ദർ ജി മാട്ട് സാബ് കാ ബേല കെ ബാലോം പർ പഞ്ചാ ഫസാന, സുരേന്ദർ സാർ ബേലയുടെ മുടി കുത്തിപ്പിടിക്കുന്നു അല്ലെങ്കിൽ മുടി പിടിച്ചു വലിക്കുന്നു. 4 दीपावली के छुट्टी के बाद बेला के सर पर सफेद पट्टी बांधे देखना, ദീപാവലി അവധിക്ക് ശേഷം ബേലയുടെ തലയിൽ വെള്ള സ്റ്റിച്ച് കാണപ്പെടുന്നു. 5 സാഹിൽ കി പിണ്ടലി മേം കീൽ കാ ചൂബ്ന, സാഹിലിന്റെ കാലിൽ ആണി തറയ്ക്കുന്നു. 6 പാഞ്ച്വി കാ റിസൾട്ട് ആന, 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നത്. 4ാമത്തെ ചോദ്യം ഘടനാओं के आधार पर പട്കഥ തയ്യാർ കരേ, സന്ദർഭങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്കഥ അഥവാ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തിരക്കഥ തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ഒരു തിരക്കഥ എന്താണെന്നും എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്നും നമ്മൾ 9ാം ക്ലാസ്സിലെ TV എന്ന പാഠത്തിൽ പഠിച്ചു കഴിഞ്ഞല്ലോ. അതൊന്ന് ഓർത്തു നോക്കാം. ഒരു തിരക്കഥയെ വിവിധ സീനുകളായി വിഭജിച്ചിട്ടുണ്ട്. ഒരു സീൻ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സന്ദർഭ് എന്ന് വെച്ചാൽ സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ, അത് നടക്കുന്ന സ്ഥലം, സമയം, ആ സന്ദർഭത്തിലുള്ള കഥാപാത്രങ്ങൾ, കഥാപാത്രങ്ങളുടെ വസ്ത്രധാരണ രീതി, കഥാപാത്രങ്ങളുടെ പ്രായം, പിന്നെ അതിലുള്ള കോൺവെർസേഷൻസ് അഥവാ സംഭാഷണങ്ങൾ. ഉത്തരം ബീർബഹുട്ടി. സീൻ 1. സീൻ 1 കസ്ബേ സെ സ്കൂൾ ജാനെ വാലെ രാസ്തേക്ക് ബഗൽ ഖ ഖേത്, അവരുടെ പ്രദേശത്ത് നിന്നും സ്കൂളിലേക്ക് പോകുന്ന വഴിയരികിലെ വയൽ. സുബഹ് കെ 9 ബജ് ഗയേ ഹെ, രാവിലെ 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഖേതോ സെ ഭരാ ഇലാഖ, വയലുകളാൽ ചുറ്റപ്പെട്ട പ്രദേശം. ദൂർ ദൂർ തക്ക് ഖേത് ദിഖ് രഹേ ഥേ, അങ്ങ് ദൂരെ വരെ വ്യാപിച്ചു കിടക്കുന്ന വയലുകൾ. ലഗ്ഭഗ് 10-11 साल के 2 बच्चे बेला और साहिल खेत की मिट्टी में कुछ गोच रहे हैं, ഏകദേശം 10-11 വയസ്സുള്ള 2 കുട്ടികൾ ബേലയും സാഹിലും അവർ വയലിലെ മണ്ണിൽ എന്തോ തിരയുന്നുണ്ടായിരുന്നു. ഉൻകെ പീഠ് പർ ബസ്തേ ഹെ, അവരുടെ ചുമലിൽ ബാഗുകൾ ഉണ്ടായിരുന്നു. വേഷ സെ ലഗ്തേ ഹെ ദോനോം സ്കൂൾ ജാ രഹേ ഹെ, അവരുടെ വേഷങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു അവർ സ്കൂളിലേക്കാണ് പോകുന്നത് എന്ന്. സാഹിൽ ബേല ദേഖോ ഇസ് ബീർബഹുട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹെ, നോക്കു ബേല, ഈ ബീർബഹുട്ടിയുടെ നിറം നിന്റെ റിബൺ പോലെ ചുവന്നതാണ്. സ്കൂൾ സെ ഘണ്ടി ബജനെ കി ആവാസ് ആത്തി ഹെ, സ്കൂളിൽ നിന്നും ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. സാഹിൽ ഖബരാക്കർ, പേടിച്ചുകൊണ്ട്. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല? ബേല ഹാ സുനാ, ആ ഞാൻ കേട്ടു. പെഹ്ലി ഘണ്ടി ലഗ് ഗയി ഹെ, ഫസ്റ്റ് ബെൽ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചലോ നഹി തോ ദേർ ഹോ ജായേഗി, വേഗം വാ, അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആകും. സാഹിൽ ലേക്കിൻ മുझे പെൻ മേം സ്യാഹി ഭർവാനി ഹെ ദുകാൻ സെ, പക്ഷേ എനിക്ക് കടയിൽ നിന്നും പേനയിൽ മഷി നിറയ്ക്കാനുണ്ടായിരുന്നു. ബേല तो जल्दी चलो, എങ്കിൽ വേഗം വാ. खेत की जमीन से उड़कर दोनों बच्चे स्कूल के रास्ते की ओर जाते हैं, വയലിൽ നിന്നും എണീറ്റ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലേക്ക് തിരിഞ്ഞു. സീൻ 2. സീൻ 2 ഗാവ് കെ സ്റ്റേഷനറി കി ദുക്കാൻ, ഗ്രാമത്തിലെ സ്റ്റേഷനറി കട. സുബഹ് കെ 10 ബജ് ഗയേ ഹെ, രാവിലെ 10 മണി കഴിഞ്ഞിരുന്നു.
ബേല और സാഹിൽ ദുക്കാൻ के सामने खड़े हैं. ബേലയും സാഹിലും കടയുടെ മുൻപിൽ നിൽക്കുകയായിരുന്നു. ദുക്കാൻദാർ ഉൻസെ കുച്ച് ബാത് കർ രഹേ ഹെ. കടക്കാരൻ അവരോട് എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ദുക്കാൻദാർ, ക്യാ ചാഹിയേ? കച്ചവടക്കാരൻ, എന്താണ് വേണ്ടത്? സാഹിൽ, കലം ദിക്കാക്കർ. സാഹിൽ പേന കാണിച്ചുകൊണ്ട്. ഇസ്മേം സ്യാഹി ഭർ ദീജിയേ. ഇതിൽ ഒന്ന് മഷി നിറച്ചു തരുമോ? ദുക്കാൻദാർ ഖേദസെ. കച്ചവടക്കാരൻ ഖേദത്തോടുകൂടി. ബേട്ടാ, സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ. ഇവിടെ ഉണ്ടായിരുന്ന മഷി തീർന്നുപോയല്ലോ മോനെ. അബ് തോ കൽ ഹി മിൽ പായെങ്കെ. ഇനി നാളെയേ വരൂ. ബേല, ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി ദി ഉസേ ഭി ജമീൻ പർ ചിടക് ദിയ. പക്ഷേ ഇവൻ പേനയിൽ ഉണ്ടായിരുന്ന മഷി കൂടി കുടഞ്ഞു കളഞ്ഞല്ലോ. ദുക്കാൻദാർ ഹസ്തേ ഹുയെ. കച്ചവടക്കാരൻ ചിരിച്ചുകൊണ്ട്. ബാദൽ കോ ദേഖ് കർ ഘടേ കോ നെഹി ഠുലാനാ ചാഹിയേ. മഴക്കോളു കണ്ട് ഒരിക്കലും കുടം മറിക്കരുത്. അച്ഛാ, തും ദോനോ കോൺസി കക്ഷാ മേ പഠിത്തേ ഹോ? നിങ്ങൾ രണ്ടുപേരും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സാഹിൽ നിരാശ് ഹോക്കർ. സാഹിൽ നിരാശയോടെ. പാഞ്ച്വി മേം. 5ാം ക്ലാസ്സിൽ. ദുക്കാൻദാർ ദോനോ? രണ്ടുപേരും. ബേല ഖുഷ് ഹോക്കർ. ഹാ, ദോനോ. ബേല സന്തോഷത്തോടെ. അതെ, രണ്ടുപേരും. ഔർ ഹം ദോനോ കാ സെക്ഷൻ ഭി ഏക് ഹി ഹെ, എ. കൂടാതെ ഞങ്ങൾ രണ്ടുപേരുടെ സെക്ഷനും ഒന്നു തന്നെയാണ്, എ സെക്ഷൻ. സാഹിൽ ചലോ, ദേർ ഹോ രഹി ഹെ. സാഹിൽ നമുക്ക് പോകാം, ലേറ്റ് ആകുന്നു. ബേല ലേക്കിൻ തേരെ പെൻ മേ തോ സ്യാഹി നഹി ഹെ, അബ് ക്യാ കരേംഗെ? ബേല പക്ഷേ നിന്റെ പേനയിൽ മഷിയില്ലല്ലോ, ഇനി എന്തു ചെയ്യും? സാഹിൽ തും ചലോ മേരെ സാത്ത്. നീ എൻ്റെ കൂടെ വാ. മേം സ്കൂൾ ജാക്കർ കിസി സെ മാംഗ് ലൂങ്ക. ഞാൻ സ്കൂളിൽ ചെന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചു കൊള്ളാം. ദോനോ ബച്ചേ സ്കൂൾ കെ രാസ്തേക്ക് ഓർ ജാത്തെ ഹെ. രണ്ടുപേരും സ്കൂളിലേക്ക് പോകുന്നു. സീൻ 3. സീൻ 3. ഫുലേര കസ്ബെ കി ഏക് ഗലി സെ ബേല और സാഹിൽ ജാ രഹേ ഹെ. ഫുലേര ഗ്രാമത്തിലെ ഒരു തെരുവിലൂടെ ബേലയും സാഹിലും പോവുകയായിരുന്നു. ബേല, സാഹിൽ അബ് തും കഹാ പഠോഗെ? സാഹിൽ, ഇനി നീ എവിടെയാ പഠിക്കാൻ പോകുന്നത്? സാഹിൽ പഹലെ തും ബതാओ. ആദ്യം നീ പറയേ. ബേല मेरे पापा कह रहे थे कि वह मुझे राजकीय कन्या पाठशाला में पढ़ाएंगे. എൻ്റെ അച്ഛൻ എന്നെ റോയൽ ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. അബ് തും ബതാओ. ഇനി നീ പറ. സാഹിൽ മുझे അഗ്ലേ സാൽ അജ്മേർ ഭേജ് ദേംഗെ. എന്നെ അടുത്ത കൊല്ലം അജ്മേരിലേക്ക് അയക്കും. വഹാം ഏക് ഹോസ്റ്റൽ ഹെ. അവിടെ ഒരു ഹോസ്റ്റലിലാക്കും. ഘർ സേ ദൂർ വഹാം അകേല രഹൂംഗ. വീട്ടിൽ നിന്നും ദൂരെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കും. ബേല പർ ക്യോ സാഹിൽ? പക്ഷെ എന്തിനാ നീ അങ്ങനെ ചെയ്യുന്നത് സാഹിൽ? സാഹിൽ പതാ നഹി ക്യോ. അറിയില്ല എന്തിനാണെന്ന്. ബേല തോ യാനി കി അബ് തും ഫുലേര മേം ഹി നഹി രഹോഗെ. അപ്പോൾ നീ ഇനി ഈ ഫുലേര ഗ്രാമത്തിലേ ഉണ്ടാവുകയില്ലേ? സാഹിൽ നഹി, ഇല്ല. തുമാരാ റിപ്പോർട്ട് കാർഡ് ദിക്കാനാ സരാ. നിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് നോക്കട്ടെ. ബേല യേലോ, ഇതാ. और तुम्हारा रिपोर्ट कार्ड मुझे देना. നിന്റെ റിപ്പോർട്ട് കാർഡ് ഞാനൊന്ന് നോക്കട്ടെ. സാഹിൽ യേലോ, ഇതാ. ദോനോം റിപ്പോർട്ട് കാർഡ് പഠിത്തേ ഹെ. രണ്ടുപേരും റിപ്പോർട്ട് കാർഡ് വായിച്ചു നോക്കുന്നു. സാഹിൽ തുമാരി ആംഖോ മേം ആസൂ ക്യോ ആ രഹി ഹെ ബേല? നീ എന്തിനാണ് കരയുന്നത് ബേല? ബേല മുझे नहीं पता. എനിക്കറിയില്ല. തും ഭി രോ രഹേ ഹോ, ക്യോ? പക്ഷേ നീ എന്തിനാ കരയുന്നത്? സാഹിൽ പതാ നഹി, അറിയില്ല. ബേല അബ് ഹം കബ് മിലേംഗെ. ഇനി നമ്മൾ എപ്പോഴാണ് കാണുക? സാഹിൽ പതാ നഹി, അറിയില്ല. ബേല ഹാ ചൽത്തി ഹൂ മേ. ശരി, ഞാൻ പോവുകയാണ്. സാഹിൽ ഹാ മേ ബി, ഞാനും പോവുകയാണ്. 5ാമത്തെ ചോദ്യം. അപ്നി കിസി ദോസ്തി കി യാദ് പർ ടിപ്പണി ലിഖേ. നമ്മുടെ ഏതെങ്കിലും ഒരു സൗഹൃദത്തെക്കുറിച്ച് ഓർമ്മക്കുറിപ്പ് എഴുതുക. ഉത്തരം. जब मैं प्राथमिक पाठशाला में पढ़ती थी तब मुझे हरिदा नामक एक सहेली मिली थी. പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഹരിത എന്നു പേരുള്ള ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. വഹ് മുझे बहुत अच्छी लगती थी. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. उसका घर मेरे घर के पास ही था. അവളുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്തു തന്നെയായിരുന്നു. हम दोनों एक साथ स्कूल जाती थी. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. चौथी तक हम एक ही कक्षा में पढ़ती थी.
4ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. हम दोनों एक साथ खेलती थी, पढ़ती थी और खाना भी एक साथ बैठकर खाते थे. കളിക്കാനും പഠിക്കാനും ഭക്ഷണം കഴിക്കാനുമൊക്കെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു. मुझे उसकी माँ की हाथ का बना खाना बहुत अच्छा लगता था. എനിക്ക് അവളുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം വളരെ ഇഷ്ടമായിരുന്നു. हम दोनों गाना बांटकर गाते थे. ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം ഷെയർ ചെയ്തായിരുന്നു കഴിച്ചിരുന്നത്. 5वीं में आने पर हम दोनों अलग अलग स्कूल में दाखिल हो गए. 5ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. और वह अपना घर छोड़कर दूसरा घर में शिफ्ट हो गया. അവൾ തന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറി. क्योंकि वे लोग यहाँ किराए पर रहते थे. കാരണം അവരിവിടെ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. और उसका स्कूल नए घर के पास ही था. അവളുടെ പുതിയ സ്കൂൾ അവളുടെ വീടിന്റെ തൊട്ടടുത്തു തന്നെ ആയിരുന്നു. अब मैं उससे मिलके बहुत साल हो गए. ഇപ്പോൾ ഞാൻ അവളെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. वह मुझे अभी भी याद आती है. ഞാൻ ഇപ്പോഴും അവളെ ഓർക്കാറുണ്ട്. मुझे उसके वह लंबे लंबे बाल और उसके बातें सब बहुत अच्छे लगते हैं. അവളുടെ ആ നീളമുള്ള മുടിയും അവളുടെ സംസാരം ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. 6ാമത്തെ ചോദ്യം. पढ़े. 11 साल का लड़का जा रहा था. बेला के पाँव अभी भी कांप रहे हैं. स्याही की बोतल अभी अभी खाली हो गई है. पानी की बूंदें अटकी हुई थी. वाक्यों में रेखांकित परसर्गों पर ध्यान दे. ഈ സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്ത പരസർഗങ്ങൾ ശ്രദ്ധിക്കുക. ഇൻകെ അർത്ഥ സമാൻ ഓർ രൂപ് അലഗ് അലഗ് ഹെ. ഇവയുടെ മീനിങ് സെയിം ആണ്, അർത്ഥം സെയിം ആണ്, പക്ഷേ രൂപം അഥവാ ഫോംസ് വ്യത്യസ്തമാണ്, വിവിധ രൂപങ്ങളിലാണുള്ളത്. ക്യോം, എന്തുകൊണ്ടാണ്? ചർച്ചാകരെ, ചർച്ച ചെയ്യുക എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ 4 സെന്റൻസ് തന്നിട്ടുണ്ട്. ഈ 4 സെന്റൻസിൽ പരസർഗങ്ങളിൽ ശ്രദ്ധിക്കുക, അണ്ടർലൈൻ ചെയ്തിട്ടുള്ള പരസർഗങ്ങൾ ശ്രദ്ധിക്കുക. ഇവയുടെ അർത്ഥം സെയിം തന്നെയാണ്, പക്ഷേ രൂപം വ്യത്യസ്തമാണ്. ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും, കാ എന്ന പരസർഗത്തിന്റെ 3 രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാ, കേ, കി. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇതിന്റെ ഉത്തരം നോക്കാം. परसर्ग उन्हें कहते हैं जो शब्दों के साथ जुड़कर अर्थपूर्ण वाक्य बनाते हैं. പരസർഗങ്ങൾ വാക്കുകളുമായി ചേർന്ന് അർത്ഥപൂർണമായ വാക്യം നിർമ്മിക്കുന്നു, ഒരു മീനിങ്ഫുൾ സെന്റൻസ് നിർമ്മിക്കുന്നു. പരസർഗങ്ങൾക്ക് ഇംഗ്ലീഷിൽ പോസ്റ്റ് പൊസിഷൻ എന്നാണ് പറയുന്നത്. ലിംഗ और वचन के अनुसार परसर्ग में परिवर्तन आते हैं. ലിംഗം, വചനം എന്നിവയ്ക്കനുസരിച്ച് ഇവയ്ക്ക് മാറ്റം സംഭവിക്കുന്നു. ഇൻക അർത്ഥ സമാൻ ഓർ രൂപ് അലഗ് അലഗ് ഹെ. ഇവയുടെ മീനിങ് അഥവാ അർത്ഥം സെയിം ആണ്, പക്ഷെ രൂപം വ്യത്യസ്തമാണ്. നമുക്ക് പരസർഗങ്ങൾ ഈ 4 സെന്റൻസിൽ എപ്രകാരമാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. 1ാമത്തെ സെന്റൻസ് നോക്കാം. 11 साल का लड़का जा रहा था. 11 വയസ്സുള്ള ഒരാൺകുട്ടി പോവുകയായിരുന്നു. യഹാം ലഡ്ക പുല്ലിംഗ് ഏകവചൻ ഹെ, इसलिए इसके साथ का परसर्ग का प्रयोग हुआ है. ഇവിടെ ലഡ്ക എന്ന വാക്ക്, ആൺകുട്ടി എന്ന വാക്ക് പുല്ലിംഗ ഏകവചനാണ്, അതുകൊണ്ടാണ് കാ പരസർഗ് കാ പ്രയോഗ് ഹുവാ ഹെ, കാ എന്ന പരസർഗം ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ആൺകുട്ടി എന്നത് ഒരു പുല്ലിംഗ ഏകവചനാണ്, ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് കാ പരസർഗാണ് ഈ സെന്റൻസിൽ വരിക. 2ാമത്തെ സെന്റൻസ്. ബേല കെ പാവ് അഭി ഭി കാംപ് രഹേ ഹെ. ബേലയുടെ കാലുകൾ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്ക് പാവ്. പാവ് എന്ന് വെച്ചാൽ കാലുകൾ. യഹാം പാവ് പുല്ലിംഗ് ബഹുവചൻ ശബ്ദ ഹെ, ഇസ്ലിയെ ഇസ്കെ സാത്ത് കെ പരസർഗ് കാ പ്രയോഗ് ഹുവാ ഹെ. ഇവിടെ പാവ്, പാവ് എന്ന് വെച്ചാൽ കാലുകൾ എന്നത് പുല്ലിംഗ ബഹുവചൻ ആണ്, അതുകൊണ്ടാണ് കെ പരസർഗ് ഇവിടെ വന്നത്. ഇനി നമുക്ക് 3ാമത്തെ സെന്റൻസ് നോക്കാം. സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ. മഷിക്കുപ്പി ഇപ്പോൾ തീർന്നു പോയിട്ടേ ഉള്ളൂ, അഥവാ മഷിക്കുപ്പി ഇപ്പോഴാണ് തീർന്നു പോയത്.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്ക് बोतल. यहाँ बोतल शब्द स्त्रीलिंग एकवचन है, इसलिए यहाँ बोतल के साथ की परसर्ग का प्रयोग किया है. ഇവിടെ ബോത്തൽ അഥവാ കുപ്പി എന്ന വാക്ക് സ്ത്രീലിംഗ ഏകവചനാണ്. അതുകൊണ്ടാണ് കീ എന്ന പരസർഗം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ബോത്തൽ എന്ന ശബ്ദം ഇവിടെ സ്ത്രീലിംഗ ഏകവചനാണ്. അതുകൊണ്ടാണ് കീ എന്ന പരസർഗം വന്നത്. നാലാമത്തെ സെന്റൻസ്, പാനി കി ബൂന്തേം അഡ്കി ഹുയി ഥി. ബൂന്തേം എന്ന് വെച്ചാൽ തുള്ളികൾ. പാനി കി ബൂന്തേം അഡ്കി ഹുയി ഥി, വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. യഹാം ബൂന്തേ ശബ്ദ സ്ത്രീലിംഗ ബഹുവചൻ ഹെ, ഇസ്ലിയെ കി പരസർഗ കാ പ്രयोग കിയാ ഹെ. ഇവിടെ ബൂന്തേം തുള്ളികൾ എന്ന വാക്ക് സ്ത്രീലിംഗ ബഹുവചനാണ്. അതുകൊണ്ടാണ് കി പരസർഗ് ഉപയോഗിച്ചിട്ടുള്ളത്. തുള്ളികൾ, തുള്ളികൾ എന്നത് ഒരു സ്ത്രീലിംഗ ബഹുവചൻ ആണ്. അതിനാലാണ് കി എന്ന പരസർഗം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിന്റെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. ऐसे പരസർഗയുക്ത വാക്യ കഹാനി സെ ചുൻകർ ലിഖെ. ഇത്തരം പരസർഗയുക്തമായ വാചകങ്ങൾ കഥയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. മുകളിലത്തെ ചോദ്യത്തിൽ നമ്മൾ പരസർഗയുക്തമായ കുറച്ച് സെന്റൻസ് ഡിസ്കസ് ചെയ്തല്ലോ. ഇനി ഈ കഥയിലെ ഇത്തരത്തിലുള്ള മറ്റ് വാചകങ്ങൾ എഴുതാനാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. ഉത്തരം നോക്കാം. 1. മേഘോं की छायाओं में खिली हवाएं इधर उधर घूम रही थी. മേഘങ്ങളുടെ നിഴലിൽ ഈർപ്പമുള്ള കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്നുണ്ടായിരുന്നു. 2. पेड़ों के तने अभी भी गीले थे. മരത്തിന്റെ തടിയിൽ ഇപ്പോഴും നനവുണ്ടായിരുന്നു. മൂംഗ്ഫലിയോं के हरे खेतों में पीले फूल अभी भी गीले थे. നിലക്കടലയുടെ പച്ച നിറമുള്ള വയലുകളിലെ മഞ്ഞ നിറമുള്ള പൂക്കളിൽ ഇപ്പോഴും നനവുണ്ടായിരുന്നു. 4. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. ധാന്യത്തിന്റെ വലിയ നീളമുള്ള ഇലകളിൽ വെള്ളത്തുള്ളികൾ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബീർബഹൂട്ടി എന്ന പാഠത്തിന്റെ ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ഇനിയുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.